ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? അവിടെ മഴയുണ്ടോ കൂട്ടുകാരെ? ഇവിടെ ഞാനൊരു കടുകാപ്പി അരുത്തുകയാണ്. രാവിലെ കടുകാപ്പിക്ക് സ്വല്പം മധുരം കൂടുതൽ വേണം. അതിൽ ഇച്ചിരി പഞ്ചസാര ഏറെ ഇട്ടു. പിന്നെ കടുകാപ്പി കുടിക്കില്ല. രാവിലെ വേണം, അതൊരു നിർബന്ധമാണ്. പൊടിച്ച് വെച്ചതായിരുന്നു, നിറയെ ഉണ്ടായിരുന്നു, തീർന്നു. ഇനി സ്വല്പം കൂടെ ഉള്ളു. നല്ല പോലെ പൊടിയും മധുരവും എല്ലാം കൂടെ ചേർന്ന് ഒരു കടുങ്കാപ്പി ആയിരിക്കണം രാവിലെ, നിർബന്ധം. എൻ്റെ കെറ്റിലങ്ങ് കേടായിപ്പോയായിരുന്നു നേരത്തെ ഉള്ളത്. ഇതിപ്പോൾ ആങ്ങള കൊണ്ട് തന്നതാണ് ഈ കെറ്റിൽ. കൂട്ടുകാരെ, ഞാൻ 2 ദിവസത്തിന് മുമ്പേ ഒരാളെ ദത്തെടുത്തു. ആളിനെ കാണണം, കാണിച്ചു തരാമേ. കണ്ടോ? ഇവനെയാണ് ഞാൻ ദത്തെടുത്തത്. കണ്ടോ? രാവിലെ നേരെ വെളുക്കുമ്പോഴത്തേക്കിന് ഞാൻ, അതായത് മുകളിലത്തെ നിലയിൽ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. ആ സിറ്റ് ഔട്ടിലാണ് ഇവനെ ഇട്ടേക്കുന്നത്. കഥ കടച്ചു കഴിഞ്ഞാൽ അവൻ അവിടെ സുഖമായിട്ട് അവിടെ കിടന്നോളും. പക്ഷെ നേരെ വെളുക്കുന്നതിന് മുമ്പ് അല തുടങ്ങും എന്നെ കാണാൻ. പിന്നെ ഞാൻ കിച്ചണിൽ കൊണ്ടുപോരും. ഇനിയും ഇവനും ഞാനും കൂടാണ് വാചകം എല്ലാം. അടുത്ത വീഡിയോ തൊട്ട് ഇവനെയും ഈ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇവൻ്റെ പേര് ശംഖു എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. എനിക്ക് പട്ടിയെ തൊടുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇവനെ ഞാൻ ആദ്യമായി തൊട്ടു. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ശംഖു, പോയി കളിച്ചു. ഇത് കണ്ടോ? ഇത് പച്ചമീനായിരുന്നേ. ഞാൻ ആ മീനെല്ലാം വെട്ടി കുടലെല്ലാം എടുത്ത് കളഞ്ഞ് വാലും ചിറകും എല്ലാം നന്നായി ക്ലീനാക്കി വെട്ടിയ ശേഷം ഉപ്പിട്ട് വെച്ചപ്പോൾ ഇന്നലെ ഇതിൽ നിറയെ ഉപ്പും മീനിൻ്റെ വെള്ളവും കൂടെ കിടക്കുകയായിരുന്നു. ഞാനത് ഊറ്റിക്കളഞ്ഞ ശേഷം വീണ്ടും വെച്ചു. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒക്കെ ഊറി വരുന്നുണ്ട്. ഇന്നും ബാക്കി വരുന്ന വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നാളെ ഇത് എടുത്ത് വെയിലത്ത് വയ്ക്കും. അപ്പം ഉണക്കമീൻ റെഡിയായി. ഇന്ന് കുറച്ച് മീനൂടെ ഇട്ട് വെക്കണം. ഇത് ഡൽഹിക്ക് കൊടുത്ത് വിടാനാണ്. ഡൽഹിയല്ല, ഹരിയാന. അവിടെ ചേച്ചി വരുന്നുണ്ട്. ചേച്ചിക്ക് കൊടുത്തു വിടാനായിട്ട് കുറേശ്ശെ ഞാൻ തയ്യാറാക്കുകയാണ്. ഇന്നാണെങ്കിൽ ഞാൻ മോതമീനായിരിക്കും, കഷ്ണം മേടിച്ചുകൊണ്ട് വന്ന് ഉപ്പിട്ട് വയ്ക്കും. അത് ഞാൻ പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുത്തിടാം. എടുത്ത് വെക്കാമേ. ഞാനതെടുത്ത് വെച്ചോളാം.
പേടിച്ചു പോയടാ. ആ എന്നാ വളരുമ്പോ അറിയാം. ഓ പുട്ട് വറക്കുന്നതിനോടൊപ്പം പുട്ടിന് വറക്കുന്നതോടൊപ്പം ചായ വരത്താൻ വെള്ളം വെച്ചു. വെള്ളവും പാലും കൂടെ ചേർത്ത് വെച്ചു. തേയിലപ്പൊടിയും പഞ്ചസാരയും ഇട്ടു. അമ്മയും പട്ടിയും കൂടെ വഴക്കാണ്. പട്ടിക്കുഞ്ഞും കൂടെ വഴക്കാണ്. അമ്മയെ കടിച്ചു പറിക്കുകയാണ്. ദത്തെടുത്തോൻ നാശക്കൊള്ളിയായിട്ട് മാറുകയാണെന്നാ തോന്നുന്നത്. ഭയങ്കര കുസൃതിയാണ്. ചാരം വാരി കെട്ടി വെച്ചേക്കുന്നത് അത് കടിച്ചു പറിക്കുന്നു. അമ്മയുടെ കാലെല്ലാം കടിക്കുന്നു. ഭയങ്കര ബഹളം. ചെറിയ ജീവികളൊക്കെ പോകുന്ന അതിനെ പിടിക്കാനായിട്ട് പോവാ. കണ്ടോ, ഭയങ്കര ബഹളമാണ് ഇവന്. ഞാൻ അവൻ്റെ പുറകെ പോയപ്പോഴത്തേനും ചായ തിളച്ച് തൂകിയിരുന്നു. പിന്നെ പുട്ടിന് പൊടി വറക്കാനും ആണ് ഇട്ടിട്ട് പോയത്. തീ കുറച്ചിട്ടിട്ടാ പോയത്, അല്ലേ അത് കരിഞ്ഞു പോയത്. എനിക്ക് നാശത്തിനായിട്ടാണ് ഈ സാധനത്തിനെ കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. പൊടി നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. അങ്ങനെ പുട്ട് പുഴുങ്ങാൻ ഞാൻ അടുപ്പത്ത് വെച്ചു. അങ്ങനെ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വയ്ക്കണം. അതിനുവേണ്ടി തീ കത്തിക്കുകയാണ്. അങ്ങനെ പുട്ട് പുഴുങ്ങിയെടുത്തു. ഇനി ഒരു കുറ്റിക്കൂടുണ്ട്, അതുകൂടെ അടുപ്പേ വെക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. 2 കുറ്റി മതി, എനിക്കും അമ്മയ്ക്കും മാത്രം മതി. മോനെ ഇവിടെ ഇല്ല, മോനെ ക്ലാസ്സിന് പോയിക്കുവാണ്. കതവ് തുറക്കാനൊക്കത്തില്ല, അതിന് മുമ്പേ ഇറങ്ങിപ്പോയേക്കുവാ. നീ പിടിച്ചോണ്ട് വരികയാണ് നാശത്തിന്. കണ്ടാ, ഞൊളയ്ക്കായിരുന്നു കയ്യിലിരുന്നു. എവിടെ പോയതാ? എവിടെ പോയതാ? പാവം, മൂക്കൊന്ന് നോട്ടം കണ്ടാൽ എന്തൊരു പാവമാണ്. മുക്കുറ്റിയിലെ പൂക്കൾ കണ്ടു, നല്ല ഭംഗിയുണ്ട്. ഞാൻ പറിച്ചു കളയത്തില്ല, മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് മുക്കുറ്റി. അമ്മ പറയുന്ന കേൾക്കാം, ഇതൊരു മരുന്നാണെന്ന്. ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. കറ്റാർവാഴയൊക്കെ കണ്ടോ, മഴ പെയ്തപ്പോഴത്തേക്കിന് അവരൊക്കെ നല്ലതായിട്ട് വളരാൻ തുടങ്ങി. കറ്റാർവാഴ ഇഷ്ടം പോലെ ഞാൻ നട്ടിട്ടുണ്ട്, മണ്ണിൽ നട്ടിട്ടുണ്ട്, അതുപോലെ ചെറിയ ചെറിയ ചട്ടിയിൽ. ഇനി ഇതിനെയൊക്കെ എനിക്ക് കുഞ്ഞു തൈകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. വേറെ ചട്ടി വാങ്ങിച്ച് നടണം എനിക്ക്. റോസയിലെല്ലാം നല്ലപോലെ മുട്ടിട്ടിട്ടുണ്ട്, പൂവായി തുടങ്ങി. ഞാൻ ആ റോഡിൻ്റെ സൈഡിലും നട്ടിട്ടുണ്ട് റോസ, അതിലും പൂവായി തുടങ്ങി. എൻ്റെ 10 മണിച്ചെടി എല്ലാം കോഴി കൊത്തി തിന്നും മൊത്തം പോയായിരുന്നേ. പിന്നെ ഞാൻ
മൂട് പിടിപ്പിച്ച് കൊണ്ടുവരികയാണ്. ഇനിയും പല ചട്ടികളിലായിട്ട് എനിക്ക് ഈ തൈ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ചട്ടിയിലും ചെറിയ ചെറിയ പാത്രങ്ങളിലും എല്ലാം ഞാൻ ഇതിൻ്റെ തൈ ആക്കി വരികയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ 10 മണിച്ചെടി. പല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന 10 മണി ഉണ്ടായിരുന്നു. എല്ലാ കോഴി തിന്ന് നശിപ്പിച്ചു. ഇതെല്ലാം കോഴി തിന്നുമേ, ഓളമാർ വെച്ചേക്കില്ല. പൊന്നാങ്കണ്ണിച്ചീര ഈയിടെ ഞാൻ നുള്ളി എടുത്തതേ ഉള്ളായിരുന്നു തോരൻ വയ്ക്കാൻ. ആയിത്തുടങ്ങി, ഇഷ്ടം പോലെ ആയിത്തുടങ്ങി. അത് ഇങ്ങനെ നുള്ളി എടുത്താൽ മതിയേ, അത് പൊട്ടിക്കിളിച്ചോളൂ അങ്ങ്. ഇത് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? ഇതാണ് നോനി എന്ന് പറയും, നോനിപ്പഴം. ഇതിൽ ഒരു ജ്യൂസ് ഉണ്ട്, അത് കുടിക്കുന്നതാണ്. കണ്ടോ വെള്ളം പോല് പോന്നേ ഉണ്ടോ? ഇത് ഭയങ്കര മരുന്നാണേ. ഉണ്ടോ? നല്ല ജ്യൂസായിരിക്കുന്നു. ഇത് സ്കിന്നിനൊക്കെ നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഒക്കെ നല്ലതാണ്. രാവിലെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. പിന്നെ ഞാനൊരു സാമ്പാർ വെച്ചു, പാവയ്ക്ക തോരനും വെച്ച് ഞങ്ങൾ ചോറ് കഴിച്ചു. അതിനുശേഷം പട്ടിക്കുഞ്ഞിനെ കുളിപ്പിച്ചു. പിന്നെ പൂരം പിടിച്ച മഴയായിരുന്നു. എനിക്ക് ഒത്തിരി തുണി നനയ്ക്കാനുണ്ടായിരുന്നു. തുണി നനയ്ക്കാൻ തോട്ടിൽ പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. പിന്നെ പൂരം പിടിച്ച ഭയങ്കര മഴയാണ്. അപ്പം മഴ ഒന്ന് ശക്തി കുറഞ്ഞപ്പം എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. കാനയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ അത് പോയി തോണ്ടിക്കളഞ്ഞു. ആ വീഡിയോ ഞാൻ ഷോർട്ടിലിട്ടിട്ടുണ്ട്, എല്ലാവരും കാണണേ. അപ്പം ഞാൻ വലിയ വീഡിയോ, ലോങ് വീഡിയോ അതെ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് വാച്ചവേഴ്സ് ആകത്തുള്ളൂ കൂട്ടുകാരെ. സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.